അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ താരീഖുൽ ഇസ്ലാമിലെ 4ാമത്തെ പാഠം ഇന്ന റബ്ബക ലബിൽ മിർസാദ്. തീർച്ചയായും താങ്കളുടെ റബ്ബ് നിരീക്ഷണ സ്ഥാനത്ത് തന്നെയുണ്ട്. ആദ് സമുദായത്തെക്കുറിച്ചും സമൂദ് സമുദായത്തെക്കുറിച്ചും അതുപോലെ തന്നെ അവരിലേക്ക് നിയുക്തരായ പ്രവാചകന്മാരെക്കുറിച്ചും അവരെ അല്ലാഹു തആല നശിപ്പിച്ചതിനെക്കുറിച്ചൊക്കെയാണ് ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ മകൻ സാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ആദ് ഗോത്രം. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ മകൻ സാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ആദ് ഗോത്രം. യമനിലെ ഹദർമൗത്തിന് വടക്കുള്ള അഹ്കാഫിൽ അവർ താമസിച്ചു. യമനിലെ ഹദർമൗത്തിൻ്റെ വടക്കുള്ള അഹ്കാഫിലാണ് അവരെന്ത് ചെയ്തിരുന്നത്, താമസിച്ചിരുന്നത്. നദികളും തോട്ടങ്ങളും കന്നുകാലികളും കൊട്ടാരങ്ങളും അസാധാരണ കായിക ശക്തിയും നൽകി അല്ലാഹു തആല അവരെ അനുഗ്രഹിച്ചു. എങ്ങനെ അല്ലാഹു തആല അവരെ അനുഗ്രഹിച്ചത്? നദികൾ നൽകി, തോട്ടങ്ങൾ നൽകി, കന്നുകാലികൾ നൽകി, കൊട്ടാരങ്ങൾ നൽകി, അസാധാരണ കായിക ശക്തിയും അല്ലാഹു തആല നൽകി അവരെ അനുഗ്രഹിച്ചു. എന്നാൽ അനുഗ്രഹങ്ങൾക്ക് അവർ നന്ദി ചെയ്തില്ലെന്ന് മാത്രമല്ല, അക്രമവും അനീതിയും വിഗ്രഹാരാധനയുമായി സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്തു. അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹം അവർക്ക് നൽകി, പക്ഷേ അവരെന്ത് ചെയ്തില്ല? നന്ദി ചെയ്തില്ല. മാത്രമല്ല, അക്രമം, അനീതി, വിഗ്രഹാരാധന അങ്ങനെയൊക്കെ ചെയ്തിട്ട് സന്മാർഗത്തിൽ നിന്നും അവർ മാറിപ്പോയി. ആദ് സമൂഹത്തെ നേർവഴിയിലേക്ക് ക്ഷണിക്കാൻ അല്ലാഹു തആല അവരിൽ നിന്നുള്ള ഹൂദ് നബി അലൈഹിസ്സലാമിനെ നബിയും റസൂലുമായി നിയോഗിച്ചു. ആദ് സമുദായത്തെ അവർ തൗഹീദിൽ നിന്ന് വ്യതിചലിപ്പിച്ചപ്പോൾ അവരെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അല്ലാഹു തആല അവരിൽ നിന്നുള്ള ആ ഗോത്രത്തിൽ നിന്ന്, ആദ് സമൂഹത്തിൽ നിന്ന് തന്നെ ആരെ നിയോഗിച്ചു? നബിയും റസൂലുമായിട്ട് ഹൂദ് നബി അലൈഹിസ്സലാമിനെ നിയോഗിച്ചു. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ വഫാത്തിന് 800 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അത്. നൂഹ് നബി അലൈഹിസ്സലാം വഫാത്തായി 800 വർഷങ്ങൾക്ക് ശേഷമാണ് ആര് വരുന്നത്? ഹൂദ് നബി അലൈഹിസ്സലാം വരുന്നത് നബിയും റസൂലുമായിട്ട്. അദ്ദേഹം കാരുണ്യത്തോടെയും സൗമ്യമായും അവരെ ഉപദേശിച്ചു. വളരെ കാരുണ്യത്തോടുകൂടെ സൗമ്യമായിട്ട് എന്ത് ചെയ്തു? അവരെ ഉപദേശിച്ചു. അല്ലാഹു തആലയുടെ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. അല്ലാഹു തആലയുടെ ശിക്ഷയെക്കുറിച്ച് ആദ് സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകി ഹൂദ് നബി അലൈഹിസ്സലാം. അവർ അദ്ദേഹത്തിൻ്റെ ഉപദേശം സ്വീകരിച്ചില്ല. ഞങ്ങളെക്കാൾ ശക്തർ ആരാണ്? ബഹുമാനപ്പെട്ട ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ഉപദേശത്തെ ഇതില്ല അവർ ആദ് സമൂഹം സ്വീകരിച്ചില്ല. എന്നിട്ട് അവർ പറഞ്ഞെന്താ? ഞങ്ങളെക്കാൾ ശക്തർ ആരാണ് എന്നെന്ത് ചെയ്തു? അവർ വെല്ലുവിളിച്ചു. എന്ന് ചോദിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു? അഹങ്കരിച്ചു. നീ സത്യവാനാണെങ്കിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ശിക്ഷ കൊണ്ടുപോവാ. നീ സത്യം പറയുന്ന ആളാണെങ്കിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ശിക്ഷ ഉണ്ടല്ലോ, അത് കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. അവർ വെല്ലുവിളിച്ചു. ഇത് പറഞ്ഞുകൊണ്ട് അവർ വെല്ലുവിളിച്ചു. അപ്പോൾ അല്ലാഹു തആലയുടെ ശിക്ഷ വന്നു. അവരെന്ത് ചെയ്തു? വെല്ലുവിളിച്ചു. അങ്ങനെ അല്ലാഹു തആലയുടെ ശിക്ഷ വന്നു. അപ്രതിരോധമായ കൊടും കാറ്റായിരുന്നു അത്. ഭയങ്കരമായ ശക്തമായ കാറ്റടിച്ചു. പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല, അത്രക്കും ശക്തമായ കാറ്റ്. 7 രാത്രിയും 8 പകലും ആഞ്ഞടിച്ചു. 7 രാത്രിയും 8 പകലും കാറ്റ് ആഞ്ഞടിച്ച് വീശി. കടപുഴകിയ ഈത്തപ്പനത്തടികളെപ്പോലെ അവിശ്വാസികൾ പീതറിയപ്പെട്ടു. കടപുഴകിയ ഈത്തപ്പനകളെപ്പോലെ അവിശ്വാസികൾ എന്ത് ചെയ്തു? പീതറിയപ്പെട്ടു. ഹൂദ് നബി അലൈഹിസ്സലാമിനെയും 4000-ഓളം വരുന്ന സത്യവിശ്വാസികളെയും അല്ലാഹു തആല രക്ഷിച്ചു. ഹൂദ് നബി അലൈഹിസ്സലാമിനെയും 4000-ഓളം വരുന്ന എത്ര സത്യവിശ്വാസികളാണ്? 4000-ഓളം വരുന്ന സത്യവിശ്വാസികളെയും അല്ലാഹു തആല രക്ഷിച്ചു. സാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട മറ്റൊരു ഗോത്രമാണ് സമൂദ്. സാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒന്നാണ് പറഞ്ഞത് ആദ് ഗോത്രം എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ ഏതാണ്? സമൂദ് ഗോത്രം എന്ന്. സാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടത് തന്നെയാണ് സമൂദ് ഗോത്രം. ഹിജാസിൻ്റെയും ഷാമിൻ്റെയും ഇടയിലുള്ള ഹിജ്റായിരുന്നു അവരുടെ വാസസ്ഥലം. ഹിജാസിൻ്റെയും ഷാമിൻ്റെയും ഇടയിലുള്ള ഹിജ്ർ എന്ന അവിടെയായിരുന്നു അവരുടെ വാസസ്ഥലം താമസിച്ചിരുന്നത്. ശക്തരും ഐശ്വര്യവാന്മാരുമായ അവർ സമതലങ്ങളിൽ കൊട്ടാരങ്ങളും പർവ്വതങ്ങൾ തുരന്ന് ഭവനങ്ങളും നിർമ്മിച്ചു. എങ്ങനെ? നല്ല ശക്തരായിരുന്നു, നല്ല ഐശ്വര്യ സമ്പന്നരുമായിരുന്നു അവർ. സമതലങ്ങളൊക്കെ എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? കൊട്ടാരങ്ങൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ പർവ്വതങ്ങൾ തുരന്നുകൊണ്ട് അവർ ഭവനങ്ങൾ, വീടുകൾ നിർമ്മിച്ചു. വിഗ്രഹാരാധകരും അധർമ്മികളുമായ അവരെ നേർവഴിയിലേക്ക് നയിക്കാൻ അവരുടെ ഗോത്രക്കാരനായ സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പ്രവാചകനായി നിയോഗിച്ചു.
ആ സമൂത് ഗോത്രത്തിൽ നിന്ന് തന്നെ അവരെ ഗോത്രത്തിൽ നിന്ന് തന്നെ അവരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി സ്വാലിഹ് നബി അലൈഹി സ്വലാമിനെ അല്ലാഹു തആല പ്രവാചകനായി നിയോഗിച്ചു. ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമേ വിശ്വസിച്ചുള്ളൂ. അവരിൽ നിന്നും കുറഞ്ഞ ആളുകൾ മാത്രമേ സന്മാർഗം സ്വീകരിച്ചുള്ളൂ. പൂർണ്ണ ഗർഭിണിയായ ഒരു ഒട്ടകത്തെ താങ്കൾ കരിമ്പാറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക അവിശ്വാസികൾ സ്വാലിഹ് നബി അലൈഹി സ്വലാമിനോട് ആവശ്യപ്പെട്ടു. സ്വാലിഹ് നബി അലൈഹി സ്വലാം ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അവരെന്താ ആവശ്യപ്പെട്ടത്? പൂർണ്ണ ഗർഭിണിയാണ്, നീ പ്രവാചകനാണെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു കൊണ്ടാന്നാണ് പറയണത്. പൂർണ്ണ ഗർഭിണിയായ ഒരു ഒട്ടകത്തെ താങ്കൾ കരിമ്പാറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരൂ എന്ന് അവരെന്ത് സ്വാലിഹ് നബി അലൈഹി സ്വലാമിനോട് ആവശ്യപ്പെട്ടു. ഇത് കണ്ടാൽ വിശ്വസിക്കാമെന്ന് അവർ പ്രതിജ്ഞ ചെയ്തു. ഇങ്ങനെ കരിമ്പാറയിൽ നിന്ന് പൂർണ്ണ ഗർഭിണിയായ ഒരു ഒട്ടകം വരികയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാം? സന്മാർഗം സ്വീകരിക്കാം, ഇസ്ലാം സ്വീകരിക്കാം എന്നവർ പറഞ്ഞു. സ്വാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. സ്വാലിഹ് നബി അലൈഹി സ്വലാം സ്വാലിഹ് നബി അലൈഹി സ്വലാമിനോട് ആവശ്യപ്പെട്ട് സ്വാലിഹ് നബി അലൈഹി സ്വലാം ദുആ ചെയ്തു. അങ്ങനെ ആ ദുആ അള്ളാഹു സ്വീകരിച്ചു. ഒട്ടകം പുറത്തു വന്നു. ഉടനെ അതൊരു കുഞ്ഞിനെ പ്രസവിച്ചു. അങ്ങനെ ഒട്ടകം കരിമ്പാറയിൽ നിന്ന് ഒട്ടകം പുറത്തു വന്നു. ആ പുറത്തു വന്ന ഒട്ടകം ഉടനെ ചെയ്തു ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. അവർക്ക് ഒരു ജലാശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആർക്ക്? ഈ സമൂത് ഗോത്രത്തിന് ഒരു ജലാശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലെ ജലം മുഴുവൻ ഒട്ടകത്തിന് കുടിക്കാൻ ആവശ്യമായിരുന്നു. അതിലുള്ള വെള്ളം ആർക്ക് വേണം? മുഴുവനായിട്ടും കുടിക്കണേ ഒട്ടകത്തിന് തന്നെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഒരു ദിവസം അവർക്കും ഒരു ദിവസം ഒട്ടകത്തിനും അല്ലാഹു തആല പാലനിലും ജലം നിശ്ചയിച്ചു കൊടുത്തു. അതായത് ആ ഒട്ടകത്തിന് വെള്ളം കുടിക്കാൻ അവരിൽ ഉണ്ടായിരുന്ന ആ ജലാശയത്തിലെ വെള്ളം മുഴുവനും ഒട്ടകത്തിന് വേണം. അപ്പം എന്ത് ചെയ്തു? അല്ലാഹു തആല അവർക്ക് നിശ്ചയിച്ചു കൊടുത്തു. എങ്ങനെ? ഒരു ദിവസം ഒട്ടകത്തിനും ഒരു ദിവസം ആർക്കും? ജനങ്ങൾക്കും ആയത് സമൂഹത്തിനും വെള്ളം ഉപയോഗിക്കാം എന്ന രീതിയിൽ നിശ്ചയിച്ചു. ഒട്ടകം വെള്ളം കുടിക്കുന്ന ദിവസം അവർക്ക് പര്യാപ്തമായ പാല് ലഭിച്ചുകൊണ്ടിരുന്നു. ഒട്ടകം വെള്ളം കുടിക്കും. ആ ഒട്ടകം വെള്ളം കുടിക്കുന്ന ദിവസത്തിൽ അവർക്ക് വെള്ളത്തിന് പകരം എന്ത് ലഭിച്ചു? ഒട്ടകത്തിൽ നിന്നും നല്ല ശുദ്ധമായ പാല് അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. ഈ മുഅ്ജിസത്ത് കൊണ്ട് പലരും വിശ്വസിച്ചു. പല ആളുകളും എന്ത് ചെയ്തു? സന്മാർഗം സ്വീകരിച്ചു. എന്നാൽ ഭൂരിപക്ഷവും അവിശ്വാസത്തിൽ തന്നെ തുടർന്നു. ഭൂരിപക്ഷം ആളുകളും എന്ത് ചെയ്തില്ല? സ്വീകരിച്ചില്ല. അവർ അവിശ്വാസത്തിൽ തന്നെ തുടർന്നു. അപ്പോൾ ഒട്ടകത്തെ അല്ലാഹു തആല അവർക്ക് ആപത്താക്കി മാറ്റി. ഒട്ടകത്തെ അല്ലാഹു തആല അവർക്ക് എന്താക്കി മാറ്റി? ആപത്താക്കി മാറ്റി. അവരുടെ കന്നുകാലികൾ ഒട്ടകത്തെ കണ്ട് വിരണ്ടോടി. അവരുടെ കന്നുകാലികളൊക്കെ സമൂത് ഗോത്രക്കാരുടെ കന്നുകാലികളൊക്കെ ഒട്ടകത്തെ കണ്ടിട്ട് ഓടി. അവർ ഒട്ടകത്തെ അറുക്കാൻ തീരുമാനിച്ചു. ഒട്ടകത്തെ അറുക്കാൻ എന്ത് ചെയ്തു? തീരുമാനിച്ചു. ഖുദാർ എന്ന ദുഷ്ടൻ അത് നടപ്പാക്കി. ഖുദാർ എന്ന് പറയുന്ന മനുഷ്യൻ എന്ത് ചെയ്തു? അത് നടപ്പാക്കി. ഒട്ടകക്കുട്ടി ഓടി മറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ട സ്വാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ മുഅ്ജിസത്താകുന്ന ഒട്ടകത്തെ ഖുദാർ എന്ന് പറയുന്ന ദുഷ്ടൻ എന്ത് ചെയ്തു? ഒട്ടകത്തെ അറുത്തു. കുട്ടി ഓടി മറഞ്ഞു. 3 ദിവസം കഴിഞ്ഞാൽ അല്ലാഹു തആലയുടെ ശിക്ഷ വരുമെന്ന് സ്വാലിഹ് നബി അലൈഹി സ്വലാം മുന്നറിയിപ്പ് നൽകി. അതിനു മുമ്പ് നബിയെ കൊല്ലുമെന്ന് അവർ ഭീഷണിപ്പെടുത്തി. 3 ദിവസം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അല്ലാഹു തആലയുടെ ശിക്ഷ വരുമെന്ന് സ്വാലിഹ് നബി അലൈഹി സ്വലാം അവർക്ക് മുന്നറിയിപ്പ് നൽകി. ഈ ശിക്ഷ വരുന്നതിന് മുമ്പ് തന്നെ സ്വാലിഹ് നബി അലൈഹി സ്വലാമിനെ അവർ കൊല്ലുമെന്ന് അവരെന്ത് ചെയ്തു? ഭീഷണിപ്പെടുത്തി. ഇതിനായി ഒരു സംഘം മലമ്പാതയിൽ പതിഞ്ഞിരുന്നു. സ്വാലിഹ് നബി അലൈഹി സ്വലാമിനെ വധിക്കാൻ വേണ്ടി മലഞ്ചെരുവിൽ മലമ്പാതയിൽ ഒളിഞ്ഞിരുന്നു. ആ സംഘത്തിൻ്റെ മേൽ ഒരു വലിയ പാറക്കല്ല് ഉരുണ്ട് വീണു. അവരുടെ ശിരസ്സുകൾ പൊട്ടിച്ചിതറി. സ്വാലിഹ് നബി അലൈഹി സ്വലാമിനെ വധിക്കാൻ വേണ്ടി മലമ്പാതയിൽ ഒളിഞ്ഞിരുന്ന ആ വിഭാഗത്തെ, ആ സമൂഹത്തിലേക്ക് ഒരു പാറ ഉരുണ്ട് വരികയും ഒരു വലിയ പാറക്കല്ല് ഉരുണ്ട് വന്നു. അവരുടെ തലകളെല്ലാം പൊട്ടിച്ചിതറി. 4-ാം ദിവസവും സൂര്യനുദിച്ചപ്പോൾ ആകാശത്ത് നിന്ന് ഘോര ശബ്ദവും ഭൂമിയിൽ നിന്ന് ശക്തമായ പ്രകമ്പനവും ഉണ്ടായി. 4-ാമത്തെ ദിവസം, 3 ദിവസങ്ങൾക്ക് ശേഷം ശിക്ഷ വരുന്നല്ല പറഞ്ഞത്. 4-ാമത്തെ ദിവസം സൂര്യനുദിച്ചപ്പോൾ ആകാശത്തിൽ നിന്ന് ഘോരമായ ശബ്ദം, ഭയങ്കര ശബ്ദം, ഭൂമിയിൽ നിന്ന് ശക്തമായ പ്രകമ്പനവും ഉണ്ടായി. അവിശ്വാസികളെല്ലാം മരിച്ചു വീണു. സമൂത് ഗോത്രത്തിലെ അവിശ്വാസികൾ എന്ത് ചെയ്തു? മരിച്ചു വീണു. അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം സ്വാലിഹ് നബി അലൈഹിസ്സലാമും വിശ്വാസികളുമായി നാട് വിട്ടു. സ്വാലിഹ് നബി അലൈഹിസ്സലാമും വിശ്വാസികളും സന്മാർഗം സ്വീകരിച്ചവരെന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവർ നാട് വിട്ടു. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്ന് നസ്ൽ ചേരുമ്പോൾ ചേർക്കാനാണ്. സമൂത് ഗോത്രത്തിൻ്റെ വാസസ്ഥലം ഏത്? ആൻസർ ഈ ഹിജ്ർ. 2 ആദ് ഗോത്രത്തിൻ്റെ വാസസ്ഥലം ഏത്? ആൻസർ സി അഹ്ഖാഫ്.
3. ആദ് ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ. ആൻസർ എ ഹൂദ് നബി അലൈഹിസ്സലാം. 4. സമൂദ് ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ. ആൻസർ ബി സ്വാലിഹ് നബി അലൈഹിസ്സലാം. 5. സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഒട്ടകത്തെ കൊന്നു. ആൻസർ ഡി ഖുദാർ. ഇനി നുക്കമ്മിൽ പൂരിപ്പിക്കാനാണ്. 1. നോഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ ഡാഷിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ആദ് ഗോത്രം. ആരുടെ സന്താന പരമ്പര? സാമിൻ്റെ സന്താന പരമ്പര. 2. നോഹ് നബി അലൈഹിസ്സലാമിൻ്റെ വഫാത്തിനു ഡാഷ് വർഷങ്ങൾക്ക് ശേഷമാണ് ഹൂദ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല നിയോഗിച്ചത്. എത്ര വർഷങ്ങൾക്ക് ശേഷം? 800 വർഷങ്ങൾക്ക് ശേഷം. 3. ഹിജാസിൻ്റെയും ഡാഷിൻ്റെയും ഇടക്കുള്ള പ്രദേശമാണ് ഹിജർ. ഹിജാസിൻ്റെയും ഷാമിൻ്റെയും ഇടക്കുള്ള പ്രദേശം. 3. നുജീബ് ഉത്തരം എഴുതാനാണ്. 1. അല്ലാഹു തആല ആദ് ഗോത്രത്തെ എന്തെല്ലാം നൽകി അനുഗ്രഹിച്ചു? ആൻസർ നദികളും തോടുകളും കന്നുകാലികളും കൊട്ടാരങ്ങളും അസാധാരണ കായിക ശക്തിയും. ഇനി രണ്ടാമത്തെ, ആദ് ഗോത്രം ഹൂദ് നബി അലൈഹിസ്സലാമിനെ വെല്ലുവിളിച്ചു എങ്ങനെ? ആൻസർ നീ സത്യവാനാണെങ്കിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ശിക്ഷ കൊണ്ടുവാ എന്ന് പറഞ്ഞു. ശിക്ഷ കൊണ്ടുവാ എന്ന് പറഞ്ഞ്. 3. ആദ് ഗോത്രം അഹങ്കരിച്ചു എങ്ങനെ? ആൻസർ ഞങ്ങളെക്കാൾ ശക്തർ ആരാണ് എന്ന് പറഞ്ഞ്. 4. ആദ് ഗോത്രത്തെ അല്ലാഹു തആല നശിപ്പിച്ചതെങ്ങനെ? ആൻസർ 7 രാത്രിയും 8 പകലും അപ്രതിരോധ്യമായ കൊടുങ്കാറ്റായിരുന്നു. 5. സമൂദ് ഗോത്രം സ്വാലിഹ് നബി അലൈഹിസ്സലാമിനോട് എന്താണ് ആവശ്യപ്പെട്ടത്? ആൻസർ പൂർണ്ണ ഗർഭിണിയായ ഒരു ഒട്ടകത്തെ താങ്കൾ കരിമ്പാറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ. 6. സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ വധിക്കാൻ ശ്രമിച്ചവർക്ക് എന്ത് സംഭവിച്ചു? ആൻസർ അവരുടെ മേൽ ഒരു വലിയ പാറക്കല്ല് ഉരുണ്ട് വീണ് അവരുടെ ശിരസ്സുകൾ പൊട്ടിച്ചിതറി. 7. സമൂദ് ഗോത്രത്തിന് അല്ലാഹു ശിക്ഷ ഇറക്കി എങ്ങനെ? 4-ാം ദിവസം സൂര്യനുദിച്ചപ്പോൾ ആകാശത്ത് നിന്ന് ഘോരശബ്ദവും ഭൂമിയിൽ നിന്ന് ശക്തമായ പ്രകമ്പനവും. അവിശ്വാസികളെല്ലാം മരിച്ചു വീണു. 4-ാമത്തെ തഖ്സീസ്. 1. കുറിപ്പ് തയ്യാറാക്കുക. ആദ് ഗോത്രം. 2. സമൂദ് ഗോത്രം. അത് നമുക്ക് എഴുതാം. അത് കുറിപ്പ് എഴുതാണ്. 2-ാമത്തത് വേൾഡ് മാപ്പ് നോക്കി പാഠത്തിൽ പറഞ്ഞ തഖ്സീസിൽ 2-ാമത്തെ വേൾഡ് മാപ്പ് നോക്കി പാഠത്തിൽ പറഞ്ഞ രാജ്യങ്ങൾ കണ്ടെത്തുക. അത് കണ്ടെത്തുക. ഇനി ആദ് ഗോത്രം സമൂദ് ഗോത്രം അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ് ഗോത്രം. നോഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ സാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ആദ് ഗോത്രം. യമനിലെ ഹദ്റമൗത്തിന് വടക്കുള്ള അഹ്ഖാഫിൽ അവർ താമസിച്ചു. നദികളും തോട്ടങ്ങളും കന്നുകാലികളും കൊട്ടാരങ്ങളും അസാധാരണ കായിക ശക്തിയും നൽകി അല്ലാഹു തആല അവരെ അനുഗ്രഹിച്ചു. എന്നാൽ അനുഗ്രഹങ്ങൾക്ക് അവർ നന്ദി ചെയ്തില്ലെന്ന് മാത്രമല്ല, അക്രമവും അനീതിയും വിഗ്രഹാരാധനയുമായി സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്തു. അവിശ്വാസികളെ കൊടുങ്കാറ്റുകൊണ്ട് പിഴുതെറിയപ്പെട്ടു. ഇനി അടുത്തത് സമൂദ് ഗോത്രം. സാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട മറ്റൊരു ഗോത്രമാണ് സമൂദ്. ഹിജാസിൻ്റെയും ഷാമിൻ്റെയും ഇടക്കുള്ള ഹിജറായിരുന്നു അവരുടെ വാസസ്ഥലം. ശക്തരും ഐശ്വര്യവാന്മാരുമായ അവർ സമതലങ്ങളിൽ കൊട്ടാരങ്ങളും പർവ്വതങ്ങൾ തുരന്ന് ഭവനങ്ങളും നിർമ്മിച്ചു. വിഗ്രഹാരാധകരും അധർമ്മകാരികളുമായ അവരെ നേർവഴിയിലേക്ക് നയിക്കാൻ അവരുടെ ഗോത്രക്കാരായ സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പ്രവാചകനായി നിയോഗിച്ചു. ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമേ വിശ്വസിച്ചുള്ളൂ. ഇതോടെ ഈ പാഠത്തിലെ തദ്രീബാത്ത് കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.